എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ വിരാട് പുരുഷ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ വിരാട് പുരുഷോൽപ്പത്തി രൂപേണയുള്ള ഭഗവാന്റെ സ്ഥൂല ശരീരോൽപ്പത്തിയെപ്പറ്റി വിവരിച്ചതിന് ശേഷം ഈ ദശകത്തിൽ പ്രപഞ്ചരൂപമായ ആ ശരീരത്തിലെ ഓരോരോ അവയവ ഭേദങ്ങളെ നമുക്ക് ഉപാസനയ്ക്ക് ഉപകരിക്കുന്ന വിധം പ്രത്യേകം എടുത്ത് വിവരിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചമൊട്ടാകെ ഭഗവത് സ്വരൂപമായി കാണുന്ന ഈ വിരാട് സ്വരൂപ കൽപ്പന ഭാരത സംസ്കാരത്തിന്റെ നട്ടെല്ലും ഭക്തിയോഗത്തിന്റെ ജീവനാഡിയുമാകുന്നു. ശ്ലോകം 1. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവാരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദ ഊർധ്വദേശം അപി ദേവാ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഹേ ഈശ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഏവം ഇപ്രകാരം ചതുർദശ ജഗന്മയതാം ഗതസ്യ തവ, ഇപ്രകാരം ചതുർദശ 14 ലോകങ്ങളായി ജഗന്മയത രൂപം കൊണ്ടിരിക്കുന്ന 14 ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന തവ അങ്ങയുടെ പാദതലം പാതാളം പതന്തി, പാദതലം പാദത്തിലെ അടിഭാഗം ഉള്ളം കാലിനെ പാതാളമെന്ന് പറയുന്നു. ഹേ ദേവ, അല്ലയോ പ്രകാശസ്വരൂപനായ ഭഗവാനെ, തേ പാദോർധ്വദേശം അങ്ങയുടെ പാദത്തിന്റെ മുകൾ ഭാഗം, അതായത് പുറവടി, അവിടെ അഭിരസാതലം വദന്തി, രസാതലം എന്ന് പറയുന്നു. ഹേ അദ്ഭുതാത്മൻ, അല്ലയോ അത്ഭുത സ്വരൂപനായ ഭഗവാനെ, ഗുൽഫദ്വയം അങ്ങയുടെ പാദത്തിലെ 2 നിര്യാണികൾ മഹാതലം ഖലു, മഹാതലം എന്ന് പറഞ്ഞു വരുന്നു. അതായത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദത്തിന്റെ അടിഭാഗം പാതാള ലോകവും അങ്ങയുടെ പാദത്തിന്റെ പുറവടി ഭാഗം രസാതലം എന്ന ലോകവും ആ 2 നിര്യാണികൾ മഹാതലം എന്ന ലോകവുമായി പറഞ്ഞു വരുന്നു എന്ന്. പാതാളം, രസാതലം, മഹാതലം, ഈ 3ഉം അധോലോകങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 3 ലോകങ്ങളും ഭഗവാന്റെ പാദത്തിന്റെ ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങി ക്രമത്തിൽ മുകളിലോട്ടായി സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം 2. ജംഗേ തലാതലമദോ സുതലം ച ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ത്വേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭി വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണി. ജംഗേ തലാതലം അധ സുതലം ച ജാനു കിഞ്ച ഊരുഭാഗയുഗളം വിതല അതലേ ദ്വേ ക്ഷോണീതലം ജഗന അംബര അംഗ നാഭിഹി വക്ഷഃ ച ചക്രനിലയഃ തവ ചക്രപാണേ. ഹേ അംഗ, ചക്രപാണേ, അല്ലയോ ചക്രപാണിയായ ഭഗവാനെ, തവ അങ്ങയുടെ ആ തിരുവുടലിലെ ജംഗേ തലാതലം, അങ്ങയുടെ ആ തിരുവുടലിലെ 2 കാൽ വണ്ണകൾ തലാതല ലോകമെന്നും ജാനു സുതലം ച അങ്ങയുടെ കാൽമുട്ടുകൾ സുതല ലോകമെന്നും കിഞ്ച ഊരുഭാഗയുഗളം വിതല അതലേ ദ്വേ 2 തുടകൾ, അതാണ് ഊരുഭാഗയുഗളം, 2 തുടകൾ, വിതലം അതലം എന്നീ ലോകങ്ങളെന്നും ജഗനം ക്ഷോണീതലം, ജഗനം അരക്കെട്ട്, ക്ഷോണീതലം ഭൂലോകമെന്നും നാഭി അംബരം അങ്ങയുടെ നാഭി ആകാശമെന്നും, അതായത് ഭുവർലോകമെന്നും വക്ഷഃ മാറിടം ശക്രനിലയ എന്ന് വെച്ചാൽ സ്വർലോകമെന്നും പറഞ്ഞു വരുന്നു.
അപ്പോൾ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ 2 കാൽവണ്ണകൾ തലാതല ലോകമായും കാൽമുട്ടുകൾ സുതല ലോകമായും 2 തുടകൾ വിതലം അതലം എന്നീ ലോകങ്ങളായും അരക്കെട്ട് ഭൂലോകമായും നാഭി ഭുവർലോകം ആകാശലോകം ഭുവർലോകമായും മാറിടം സ്വർലോകമായും പറഞ്ഞു വരുന്നു എന്നർത്ഥം. അപ്പോ തലാതലം സുതലം വിതലം അതലം എന്നീ അധോലോകങ്ങളെ കുറിച്ചും ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ അധോലോകങ്ങളായിട്ട് 7 ലോകങ്ങളെയാണ് കണക്കാക്കപ്പെടുന്നത്. പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം. ഈ 7 ലോകങ്ങളാണ് അധോലോകങ്ങളായി പറയുന്നത്. ഇനി ഭൂലോകം മുതൽക്കുള്ള 7 ലോകങ്ങൾ ഊർധ്വലോകങ്ങളായും പറഞ്ഞു വരുന്നു. ശ്ലോകം 3. ഗ്രീവാമഹസ്തവ മുഖം ജജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധ വപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാ മഹഃ തവ മുഖം ച ജനഃ തപഃ തു ഫാലം ശിരഃ തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപി അന്യൈ നിബദ്ധവപുഷേ ഭഗവാൻ നമസ്തേ. തവ ഭഗവാനെ, നിന്തിരുവടിയുടെ ഗ്രീവ, ഗ്രീവ എന്നാൽ കഴുത്ത്, കഴുത്ത് മഹഃ മഹർലോകവും. അപ്പൊ നമ്മൾ ഈ ശ്ലോകത്തിൽ ഊർധ്വലോകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാനെ, തവ അങ്ങയുടെ നിന്തിരുവടിയുടെ ഗ്രീവ കഴുത്ത് മഹഃ മഹർലോകവും മുഖം ച ജനഃ മുഖം ജനലോകവും ഫാലം തു തവ നെറ്റിത്തടമാകട്ടെ തപോലോകവും സമസ്തമയസ്യ സർവസ്വരൂപനായ ഭഗവാനെ തവ അവിടത്തെ ശിരഃ സത്യം ശിരസ് സത്യലോകവും ആകുന്നു. ഹേ ജഗന്മയതനോ ഭഗവൻ, അല്ലയോ ജഗത് രൂപമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ, ഏവം ഇപ്രകാരം ജഗദാശ്രിതൈഹി അന്യൈഹി അപി നിബദ്ധ വപുഷേ, അതായത് ഇപ്രകാരം ഈ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ശരീരത്തോടു കൂടിയ തേ നിന്തിരുവടിക്ക് നമസ്കാരം, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന്. അപ്പൊ ഊർധ്വലോകങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാന്റെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റിത്തടം തപോലോകവും അതുപോലെ ശിരസ് സത്യലോകവും ആകുന്നു. ഇങ്ങനെ ജഗത്ത് തന്നെ, ഈ പ്രപഞ്ചം തന്നെ സ്വരൂപമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ, ഇപ്രകാരം ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ശരീരത്തോടു കൂടിയ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്ലോകം 4. ത്വത് ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ധാ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ത്വത് ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ധാ ഛന്ദാംസി കേശവ ഘനഃ തവ കേശപാശഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ഹേ വിശ്വകന്ത ഈശ്വര, അല്ലയോ ഈ പ്രപഞ്ചത്തിന് കാരണഭൂതനും ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവുമായ ഭഗവാനെ, ത്വത് അവിടത്തെ ബ്രഹ്മരന്ധ്രപദം, അതായത് അവിടത്തെ സുഷുമ്നാ നാഡിയുടെ അഗ്രഭാഗം ഛന്ദാംസി വേദങ്ങളാകുന്നു. ഹേ കേശവ തവ കേശപാശ, അല്ലയോ കേശവ കേശി എന്ന അസുരനെ വധിച്ച ഭഗവാനെ, തവ കേശപാശ അങ്ങയുടെ ആ വിശേഷപ്പെട്ട തലമുടി ഘന മേഘങ്ങളാകുന്നു. ഉല്ലാസി ചില്ലിയുഗളം അങ്ങയുടെ ആ ഉല്ലസിച്ചിരിക്കുന്ന പുരികക്കൊടികൾ ദ്രുഹിണസ്യ ഗേഹം ബ്രഹ്മാവിന്റെ ആസ്ഥാനമാകുന്നു.
ഇനി പക്ഷ്മാണി രാത്രി ദിവസവും, അങ്ങയുടെ പക്ഷ്മാണി കൺപോളകൾ രാത്രിയും പകലും രാപ്പകലുകളും ആകുന്നു. നേത്രേ സവിത ച, അങ്ങയുടെ കണ്ണുകൾ സൂര്യനുമാകുന്നു. അപ്പോ അല്ലയോ ഈ പ്രപഞ്ചത്തിന് കാരണഭൂതനായ, ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവുമായ ഭഗവാനെ, അവിടുത്തെ സുഷുമ്നാഗ്രഭാഗം വേദങ്ങളാകുന്നു. അതുപോലെ അവിടുത്തെ വിശേഷപ്പെട്ട തലമുടി മേഘങ്ങളാകുന്നു. അങ്ങയുടെ ഉല്ലസിച്ചിരിക്കുന്ന ആ പുരിക കൊടികൾ ബ്രഹ്മാവിന്റെ ആസ്ഥാനമാകുന്നു. അങ്ങയുടെ കൺപോളകൾ രാപ്പകലുകളാകുന്നു. അങ്ങയുടെ കണ്ണുകൾ സൂര്യനുമാകുന്നു. ശ്ലോകം 5. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷഃ കർണൗ ദിശൗ ശിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണശ്ച ദശനാശമനശ്ച ദംഷ്ട്രാ. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷഃ കർണൗ ദിശഃ അശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണഃ ച ദശനഃ ശമനഃ ച ദംഷ്ട്രാ. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, തവ കടാക്ഷമോക്ഷഃ, അങ്ങയുടെ ആ കടാക്ഷ വീക്ഷണം ആണ് നിശേഷ വിശ്വരചന ച, ഈ മുഴുവൻ ലോകത്തിന്റെ സൃഷ്ടികർമ്മമാകുന്നത്. ഭഗവാന്റെ ആ ലീലാ കടാക്ഷം, ആ കടാക്ഷ വീക്ഷണമാണ് മുഴുവൻ ലോകത്തിന്റെയും സൃഷ്ടിക്രിയയാകുന്നത്. ഇനി കർണൗ ദിശഃ, അങ്ങയുടെ ആ ചെവികൾ ദിക്കുകളാകുന്നു. ദ്വേ നാസികേ അശ്വിയുഗളം, അങ്ങയുടെ 2 നാസാദ്വാരങ്ങൾ അശ്വനീ ദേവന്മാരാകുന്നു. അധരോത്തരോഷ്ടൗ, അങ്ങയുടെ താഴെയും മുകളിലുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭത്രപേ ച, ലോഭവും ലജ്ജയുമാകുന്നു. ദശന താരാഗണഃ ച, അങ്ങയുടെ പല്ലുകൾ നക്ഷത്രക്കൂട്ടമാകുന്നു. ദംഷ്ട്ര ശമനഃ ച, അങ്ങയുടെ ദംഷ്ട്രകൾ യമദേവനുമാകുന്നു. അപ്പോ അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ കടാക്ഷ വീക്ഷണമാണ് മുഴുവൻ ലോകത്തിന്റെയും സൃഷ്ടികർമ്മമാകുന്നത്. അങ്ങയുടെ ചെവികൾ ദിക്കുകളും, അങ്ങയുടെ 2 നാസാദ്വാരങ്ങൾ അശ്വനീ ദേവന്മാരും, അങ്ങയുടെ താഴെയും മുകളിലുമുള്ള ചുണ്ടുകൾ ലോഭവും ലജ്ജയും, അങ്ങയുടെ പല്ലുകൾ നക്ഷത്രക്കൂട്ടവും, അങ്ങയുടെ ദംഷ്ട്ര യമദേവനുമാകുന്നു. ശ്ലോകം 6. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശാശകുന്ദപംക്തിഃ സിദ്ധാദയ സ്വരഗണാമുകരന്ദ്രമഗ്നി ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവാ. മായാവിലാസഹസിതം ശ്വസിതം സമീരഃ ജിഹ്വാ ജലം വചനം ഈശാ ശകുന്തപംക്തിഃ സിദ്ധാദയഃ സ്വരഗണ മുകരന്ദ്രം അഗ്നിഃ ദേവാ ഭുജഃ സ്തനയുഗം തവ ധർമ്മദേവഃ. ഹേ ഈശ, അല്ലയോ സർവനിയന്താവായ ഭഗവാനെ, തവ അവിടത്തെ വിലാസഹസിതം മായ, അങ്ങയുടെ ആ ലീലാ മന്ദസ്മിതം, ആ മനോഹരമായ പുഞ്ചിരി, അതാണ് മായ. ഇനി ശ്വസിതം സമീരഃ, അങ്ങയുടെ ശ്വാസോച്ഛ്വാസം കാറ്റും, ജിഹ്വ അങ്ങയുടെ നാക്ക് ജലം വെള്ളവും, വചനം ശകുന്തപംക്തി അങ്ങയുടെ വാക്കുകൾ പക്ഷികളും ആകുന്നു. ഇനി സ്വരഗണഃ സിദ്ധാദയഃ, അങ്ങയുടെ സ്വരഗണങ്ങൾ സിദ്ധാദികളും. ഇനി മുഖരന്ധ്രം അഗ്നി, അങ്ങയുടെ വായ് അഗ്നിയും. ഭുജഃ ദേവഃ, അങ്ങയുടെ കൈകൾ ദേവന്മാരും. സ്തനയുഗം ധർമ്മദേവഃ, അങ്ങയുടെ സ്തനങ്ങൾ ധർമ്മദേവനും ആകുന്നു. അപ്പോ അല്ലയോ സർവനിയന്താവായ ഭഗവാനെ, അവിടുത്തെ ആ മനോഹരമായ പുഞ്ചിരിയാണ് മായ. ആ മായയിലാണല്ലോ എല്ലാവരും പെട്ടുപോകുന്നത്.
ഇനി അങ്ങയുടെ ആ ശ്വാസോച്ഛ്വാസം അത് കാറ്റും, അങ്ങയുടെ നാക്ക് വെള്ളവും, അങ്ങയുടെ വാക്ക് പക്ഷികളും, അങ്ങയുടെ സ്വരഗണങ്ങൾ സിതാദികളും, അങ്ങയുടെ വായ് അഗ്നിയും, അങ്ങയുടെ കൈകൾ ദേവന്മാരും, അങ്ങയുടെ സ്തനങ്ങൾ ധർമ്മദേവനും ആകുന്നു. ശ്ലോകം 7. പൃഷ്ടം ത്വധർമ്മ ഇഹ ദേവ മനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷ്ണൗ ച മിത്രഃ. പൃഷ്ടം തു അധർമ്മഃ ഇഹ ദേവ മനഃ സുധാംശു അവ്യക്തം ഏവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാഃ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതി അസൗ വൃഷ്ണൗ ച മിത്രഃ. ഹേ അംബുജാക്ഷ ദേവ, അല്ലയോ താമരക്കണ്ണനായ ഭഗവാനെ, അവിടുത്തെ പൃഷ്ടം തു അധർമ്മഃ, അവിടുത്തെ പുറംഭാഗം, ശരീരത്തിന്റെ ആ പുറംഭാഗമാണ് അധർമ്മമാകുന്നത്. അപ്പൊ ഭഗവാന് കാണാൻ കഴിയാത്ത ഭാഗം, അവിടെയാണ് അധർമ്മമാകുന്നത്. ഇഹ, ഇവിടെ മനഃ സുധാംശു, ആ അങ്ങയുടെ മനസ്സാണ് ചന്ദ്രൻ, സുധാംശു ചന്ദ്രനാകുന്നത്. ഹൃദയാംബുജം അവ്യക്തമേവ, അങ്ങയുടെ ഹൃദയമാകുന്ന താമര അവ്യക്തമാണ്. അവ്യക്തം എന്ന് വെച്ചാൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപുള്ള സത്വരജ തമോ ഗുണങ്ങളുടെ, ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ, അതാണ് അവ്യക്തം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് ഭഗവാൻ പുരുഷൻ ഇച്ഛിച്ചപ്പോൾ പ്രകൃതി ഉണർന്ന് മായയിലെ സത്വരജ തമോ ഗുണങ്ങളുടെ തോതിൽ വ്യതിയാനം സംഭവിച്ചപ്പോഴാണ് വ്യക്തമായിട്ട് ഈ പ്രപഞ്ചത്തിലെ സകലതും ഉണ്ട് എന്ന ഒരു തോന്നൽ നമുക്ക് ഉണ്ടായത്. കാരണം അത് വ്യക്തമാകുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിലെ സകലതും ഉണ്ട് എന്ന തോന്നൽ നമുക്കുണ്ടായത് ഈ സത്വരജതമോ ഗുണങ്ങളുടെ തോതിൽ വ്യതിയാനം വന്നപ്പോഴാണ്. പല പല രൂപങ്ങളായി നമുക്ക് ഇവയൊക്കെ വ്യക്തമായി കണ്ട് ഇവയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ച് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇതിനു മുൻപ്, ആ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ മായയുണ്ടായിരുന്നു. പക്ഷെ മായയിലെ സത്വരജ തമോ ഗുണങ്ങൾ, ആ ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അവ്യക്തമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഒന്നിനെയും അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ അവ്യക്തമായിരുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവയുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, കാണാനോ കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല. അതിന് കാരണം ഈ ത്രിഗുണങ്ങളുടെ തോത് സാമ്യമായ അവസ്ഥയിൽ, തുല്യ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എല്ലാം അവ്യക്തമായിരുന്നു. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നിനെയും അനുഭവിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് എല്ലാം അവ്യക്തം എന്ന് പറയുന്നത്. അപ്പോ ഭഗവാന്റെ ഹൃദയമാകുന്ന താമരയാണ് എന്ന് പറയുന്നത് ആ അവ്യക്തതയാണ്. ഇനി കുക്ഷി സമുദ്ര നിവഹ, ഭഗവാന്റെ ഉദരം സമുദ്രങ്ങളും, വസനം തു സന്ധ്യേ, ഭഗവാന്റെ വസ്ത്രം 2 സന്ധ്യകളും, ശേഭ പ്രജാപതി, ഭഗവാന്റെ ശേഭം എന്ന് വെച്ചാൽ ലിംഗം പ്രജാപതിയും, വൃഷ്ണൗ അസൗ മിത്രഃ, ഭഗവാന്റെ വൃഷ്ണങ്ങൾ മിത്രദേവനും ആകുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ അല്ലയോ താമരക്കണ്ണനായ ഭഗവാനെ, അവിടുത്തെ ശരീരത്തിന്റെ, അങ്ങയുടെ കണ്ണെത്താത്ത, അങ്ങേക്ക് കാണാൻ പറ്റാത്ത ശരീരത്തിന്റെ പുറംഭാഗമാണ് അധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ അങ്ങയുടെ മനസ്സ് ചന്ദ്രദേവനും, ഹൃദയം അവ്യക്തതയും, അങ്ങയുടെ ഉദരം സമുദ്രങ്ങളും, അങ്ങയുടെ വസ്ത്രം 2 സന്ധ്യകളും, അങ്ങയുടെ ലിംഗം പ്രജാപതിയും, അങ്ങയുടെ വൃഷ്ണങ്ങൾ മിത്രദേവനും ആകുന്നു. ശ്ലോകം 8. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. ശ്രോണീസ്ഥലം മൃഗഗണഃ പദയോഃ നഖഃ തേ ഹസ്തി ഉഷ്ട്ര സൈന്ധവ മുഖാഃ ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജ ബാഹു ചാരു ഊരു യുഗ്മചരണം കരുണാംബുധേ തേ.
തേ ഭഗവാനെ നിന്തിരുവടിയുടെ ശ്രോണീസ്ഥലം അരക്കെട്ടിന്റെ പിൻഭാഗം മൃഗഗണങ്ങളും പദയോഹോ നഖഃ കാൽനഖങ്ങൾ അങ്ങയുടെ പദയോഹോ നഖഃ കാൽനഖങ്ങൾ ഹസ്തി ഉഷ്ട്ര സൈന്ധവ മുഖഃ ആന ഒട്ടകം കുതിര മുതലായവയും ഗമനം തു കാലഹ അങ്ങയുടെ ആ ഗമനം സഞ്ചാരം ആ പാദങ്ങള് ഓരോ പാദങ്ങളുടെ വിപ്പും കാലവുമാകുന്നു. ഹേ കരുണാംബുധേതേ അല്ലയോ ദയാസാഗരമായ ഭഗവാനെ, തേ വദനാംബുജ ബാഹു ചാരു ഊരു യുഗ്മചരണം അങ്ങയുടെ മുഖം, തേ വദനാബ്ജം അങ്ങയുടെ മുഖവും, ബാഹു കൈകളും, ചാരു ഊരു യുഗ്മ തുടകളും, ചരണം പാദങ്ങളും, വിപ്രാതിവർണ ഭവനം ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും ഉദ്ഭവസ്ഥാനവുമാകുന്നു. ബ്രാഹ്മണാദി 4 വർണ്ണങ്ങൾ എന്നാൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഈ 4 വർണ്ണങ്ങളുടെ ഉദ്ഭവസ്ഥാനവുമാകുന്നു എന്നർത്ഥം. അപ്പൊ ഭഗവാനെ, അവിടുത്തെ അരക്കെട്ടിന്റെ പിൻഭാഗം മൃഗഗണങ്ങളും അങ്ങയുടെ കാൽനഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായവയും അങ്ങയുടെ സഞ്ചാരം ഓരോ കാൽവയ്പും ആണ് കാലവുമാകുന്നത്. ഇനി അല്ലയോ കരുണാസാഗരമായ ഭഗവാനെ, അവിടുത്തെ മുഖവും കൈകളും തുടകളും പാദങ്ങളും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 വർണ്ണങ്ങളുടെ ഉദ്ഭവസ്ഥാനവുമാകുന്നു. ഭഗവാന്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണർ ഉണ്ടായത്, ഭഗവാന്റെ കൈകളിൽ നിന്നും ക്ഷത്രിയരും, ഭഗവാന്റെ തുടകളിൽ നിന്നും വൈശ്യരും, പാദങ്ങളിൽ നിന്നും ശൂദ്രരും എന്നിങ്ങനെ 4 വർണ്ണങ്ങളും ഉദ്ഭവിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 9. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലഃ നാട്യാസരിത് സമുദയ തരവശ്ചരോമാ ജീയാദിദം വപുര നിർവചനീയമീശ. സംസാരചക്രം അയി ചക്രധരഃ ക്രിയഃ തേ വീര്യം മഹാ അസുരഗണഃ അസ്തി കുലാനി ശൈലഃ നാട്യഃ സരിത്സമുദയഃ തരവഃ ച രോമ ജിയാദ് ഇദം വപുഃ അനിർവചനീയം ഈശ. അയി ചക്രധര അല്ലയോ ചക്രായുധനായ ഭഗവാനെ, തേ ക്രിയ അവിടുത്തെ ആ കർമ്മങ്ങളാണ്, ക്രിയകളാണ് സംസാര ചക്രം എന്ന് പറയുന്നത്. അങ്ങയുടെ കർമ്മമാണ്, അങ്ങയുടെ പാദങ്ങളുടെ കാൽവയ്പ്പുകളാണ് കാലം, അങ്ങയുടെ കർമ്മമാണ്, ക്രിയകളാണ് സംസാര ചക്രം എന്ന് പറയുന്നത്. വീര്യം മഹാസുരഗണഃ അങ്ങയുടെ വീര്യം, ആ പരാക്രമമാണ് അസുരന്മാരായി പറയുന്നത്. അസ്ഥി കുലാനി ശൈലഃ അങ്ങയുടെ അസ്ഥികൾ പർവ്വതങ്ങളും, നാഡ്യഃ സരിത് സമുദയഃ അങ്ങയുടെ നാഡികൾ പുഴകളും, രോമ തരവഃ ച അങ്ങയുടെ രോമങ്ങൾ വൃക്ഷങ്ങളുമാകുന്നു. ഹേ ഈശ അല്ലയോ സർവശക്തനായ ഭഗവാനെ, അനിർവചനീയം ഇതം ഇപ്രകാരം നിർവചിക്കാൻ കഴിയാത്ത ഈ വിശ്വരൂപം ജിയാദ് സർവോത്കർഷേണ എന്നും വിജയിക്കട്ടെ. അപ്പോ അല്ലയോ ചക്രായുധനായ ഭഗവാനെ, അവിടുത്തെ കർമ്മങ്ങൾ, ക്രിയകളാണ് സംസാര ചക്രമായിരിക്കുന്നത്. അങ്ങയുടെ വീര്യം, അതായത് ആ പരാക്രമമാണ് വമ്പിച്ച അസുരക്കൂട്ടം. അങ്ങയുടെ അസ്ഥികൾ പർവ്വതങ്ങളും, നാഡികൾ പുഴകളും, രോമങ്ങൾ വൃക്ഷങ്ങളുമാകുന്നു. ഇപ്രകാരം അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഇപ്രകാരം വിവരിക്കാൻ കഴിയാത്ത അനിർവചനീയമാകുന്ന ആ വിശ്വരൂപം എന്നും സർവോത്കർഷേണ എന്നും വിജയിക്കട്ടെ. ശ്ലോകം 10. ഈദൃഞ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹുഃ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപാ നമോസ്തു നിരുദ്ധിരോഗാൻ. ഈദൃൻ ജഗന്മയ വപുഃ തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം ആഹുഃ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപാ നമഃ അസ്തു നിരുദ്ധി രോഗാൻ. ഈദൃൻ തവ ജഗന്മയ വപു ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന തവ അവിടുത്തെ ആ വിശ്വരൂപ സ്വരൂപം, അതാ വിരാട് സ്വരൂപം, കർമ്മഭാജാം കർമാവസാന സമയേ
കർമ്മത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന, അതായത് കർമ്മം ചെയ്ത് ജീവിക്കുന്നവർക്ക് കർമാവസാന സമയെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് അതിൻ്റെ ഒടുവിൽ സ്മരണീയം ആകുവോ, ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന്. ഇപ്രകാരം സർവചരാചരങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ വിരാട് സ്വരൂപത്തെ എല്ലാ കർമ്മങ്ങളും കർമ്മം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ആ കർമ്മത്തിൻ്റെയൊക്കെ ഒടുവിൽ എല്ലാത്തിൻ്റെയും എല്ലാം അടങ്ങുമ്പോൾ, മനസ്സടങ്ങുമ്പോൾ അവൻ ധ്യാനിക്കേണ്ടതാണ് ഈ വിരാട് രൂപത്തെ എന്ന് അറിവുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഹേ വാതാലയാധിപ, അല്ലയോ ഗുരുവായൂരപ്പ, തസ്യ അന്തരാത്മവപുഷേ, ആ വിരാട് ശരീരത്തിന്റെ അന്തർയാമിയായിരിക്കുന്ന വിമലാത്മനെ, നിർമ്മലനായ തേ, അവിടത്തേക്ക് നമഃ അസ്തു, ഞാനിതാ നമസ്കാരം ചെയ്യുന്നു. രോഗാൻ നിരുത്തി, എൻ്റെ സകല രോഗങ്ങളെയും അവിടുന്ന് ഇല്ലാതാക്കി തരണേ. അപ്പോ മേൽപ്പത്തൂര് അവസാനത്തെ 10ാമത്തെ, ഈ ദശകത്തിലെ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയെല്ലാം മുഴുവൻ പ്രപഞ്ചത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഏറ്റവും വലിയ ആദ്യത്തെ സ്ഥൂല രൂപമായ ആ വിരാട് രൂപം കർമ്മം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ കർമ്മമെല്ലാം അടങ്ങുമ്പോൾ, മനസ്സടങ്ങുമ്പോൾ ഒടുവിൽ ധ്യാനിക്കേണ്ടതാണ്, ആ മനസ്സിൽ സങ്കല്പിച്ച് കണ്ടുകൊണ്ട് ധ്യാനിക്കേണ്ടതാണ് ആ വിരാട് രൂപനെന്ന് അറിവുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇങ്ങനെ ആ വിരാട് ശരീരത്തിന്റെ പോലും അന്തർയാമിയായിരിക്കുന്ന നിർമ്മലനായ ഭഗവാനെ, അവിടുത്തെ നിന്തിരുവടിക്ക്, അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. അവിടുന്ന് എൻ്റെ എല്ലാ രോഗങ്ങളെയും നീക്കിത്തരേണമേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ദശകം 6 ഇവിടെ അവസാനിക്കുന്നു.